ഞാൻ തന്നെ ഒരു കാര്യം പറയട്ടെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മളുടെ എക്സാമിൽ തേർഡ് ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ബി കറക്റ്റ് ആയിരുന്നു. സാർ അത് കണ്ടില്ല. ഓപ്ഷൻ ബി കറക്റ്റ് ആയിരുന്നു. നമ്മളുടെ സർഫസ് ടെൻഷന്റെ ഡയമെൻഷൻ കാണാനുള്ള ഒരു സർഫസ് ടെൻഷനോ സർഫസ് എനർജി രണ്ടാലും സെയിം ഡയമെൻഷൻ തന്നെയാണ്. ഡയമെൻഷൻ ഫോമിലേ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഓപ്ഷൻ ബി കറക്റ്റ് ആയിരുന്നു. ഓപ്ഷൻ ബി ഇട്ടവർക്കും മാർക്ക് കൊടുക്കാൻ ഞാൻ ഷാഡോ ടീച്ചേഴ്സിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സാർക്കേൽക്കും മാർക്ക് കിട്ടിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. യെസ്. ആരായിരുന്നു എന്നൊരാൾ കാട്ടിത്തന്ന ആരായിരുന്നു സാർ? ഇതിൽ ഓർക്കണ്ട. ആരൊരാള് ഇങ്ങനെ നോട്ടീസ് ചെയ്ത് ആരായിരുന്നു? ആരുഷിയായിരുന്നു. ഓക്കെ, ആരുഷിയാണ് നോട്ടീസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു. സോ നമ്മളുടെ ഈ വർഷത്തെ കീമിന്റെ റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ട്. സോ നമ്മളെ വിന്നേഴ്സിൽ ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്ത ഒരുപാട് ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും 90% അപ്പോൾ സ്കോർ വന്നിട്ടുണ്ട്. സോ അവരുടെ ബോർഡ് എക്സാം സ്കോറും ഏകദേശം ഈ റേഞ്ചിൽ തന്നെ വരാണെന്നുണ്ടെങ്കിൽ അവർക്കും ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജസിൽ അഡ്മിഷൻ ഉണ്ടാവും ഈ വർഷം. നിങ്ങളുടെ ക്രാഷ് പ്രോഗ്രാം ജൂണിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ജൂൺ ഫസ്റ്റ് വീക്കിൽ ഉണ്ടാവും. സോ എല്ലാവരും എന്തായാലും ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കണം. CBSE ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നത്. CBSEക്കാർക്കാണ് എപ്പോഴും ഏറ്റവും കൂടുതൽ സ്കോർ വരാറ്. ഈ വർഷവും നമ്മുടെ CBSE ബാച്ചിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എൻട്രൻസ് റിസൾട്ട് ഉണ്ടായേക്കുന്നത്. സോ നിങ്ങളുടെ ഒരു ഫസ്റ്റ് ഫ്യൂ ക്ലാസ്സസ് എന്തായാലും നിങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ടൊന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി എങ്ങനെ എൻട്രൻസ് ക്ലാസ്സസ് എന്നുള്ളത്. സോ നിങ്ങൾ എല്ലാവരും ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കണം കേട്ടോ. ഹലോ, ഓക്കെ, ജൂണിലായിരിക്കും. യെസ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. സോ ഇന്ന് ആദ്യമായിട്ട് ഫിസിക്സ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർ? എല്ലാ ക്ലാസ്സിലും സാർ ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ക്ലാസ് ഫിസിക്സ് അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന്? യെസ്, ഇന്ന് ഒരാളുണ്ട്. ഇന്നും ഉണ്ട്. ആരാ? ഒബിയ. വീഡിയോ ഒന്ന് ഓണാക്കോ. ഹലോ, ഹായ്. ഒബിയ എവിടെ? സ്ഥലം എവിടെയാ? ബഹ്റൈനിലാണ്. നാട്ടിലെവിടെയാ? എറണാകുളം, കോതമംഗലം. ഓക്കെ 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 ഓക്കെ. സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു ക്ലാസ്സസ്? ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. എവിടെ? തേർഡ് ചാപ്റ്റർ എത്തി. അപ്പൊ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ ഓക്കെ. സോ എന്നാലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്രീവിയസ് ക്ലാസ്സസിന്റെ റെക്കോർഡ് ഒന്ന് ക്ലാസ് കണ്ടു നോക്കണം. എസ്പെഷ്യലി ഫസ്റ്റ് ക്ലാസ്സിന്റെ റെക്കോർഡ് ഒന്ന് കണ്ടോളൂ. വേറൊന്നുമല്ല, ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ആയിരുന്നു. എങ്ങനെ പ്ലസ് വൺ പ്ലസ് ടു ഫിസിക്സ് പഠിക്കണം എന്നുള്ളൊരു ക്ലാസ് ആയിരുന്നു അത്. ഫിസിക്സിന്റെ ഫസ്റ്റ് ക്ലാസ് ഷാഡോ ടീച്ചറുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചു തരും. അതൊന്ന് കണ്ടുപോയിക്കോളൂ കേട്ടോ. ബാക്കി ബേസിക്സ് ഒക്കെ ആയിട്ടുണ്ടാവില്ല. എന്തായാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ. സോ സാറേ സ്ലൈഡ് വെച്ചോ. സോ നമ്മൾ ഡയമെൻഷണൽ അനാലിസിസിന്റെ സെക്കൻഡ് അപ്ലിക്കേഷനാണ്. ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ് ഇത്. ഡെഡ്യൂസിങ് ദ റിലേഷൻ അമംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇതാണ് സെക്കൻഡ് അപ്ലിക്കേഷൻ. അതായത് ഏതെങ്കിലും രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഇടയിലുള്ള കറക്റ്റ് റിലേഷൻ ഡെഡ്യൂസ് ചെയ്യാം. സോ എനിക്കിപ്പം ഒരു സിറ്റുവേഷനിൽ ഒരു ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ അറിയില്ല. അതിന്റെ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയമെൻഷണൽ അനാലിസിസ് യൂസ് ചെയ്തിട്ട് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. സോ ഇതൊരു പ്രോബ്ലം വെച്ചിട്ട് പഠിക്കാം. ഈ സെയിം മാറ്റർ രീതി തന്നെ നമ്മൾ ബാക്കിയുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യാം. അപ്പൊ ഒരു പ്രോബ്ലം ചെയ്ത് പഠിക്കാം. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് യൂഷ്വലി തരാം. അതായത് ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഡിപ്പെൻഡ്സ് ഓൺ മാസ് ഓഫ് ദ ബോബ്. അപ്പം ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് അതിന്റെ ബോബിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം പെൻഡുലം എന്ന് പറഞ്ഞാൽ ഫിസിക്സിൽ ഓസിലേഷൻ ഒക്കെ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും ക്ലോക്കിനൊക്കെ പെൻഡുലം ഉണ്ട്. ആ പെൻഡുലത്തിന്റെ ബേസിക് കമ്പോണൻസ് ഇങ്ങനെയാണ്. പെൻഡുലം എപ്പോഴും ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. റിജിഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോരം ഫോഴ്സ് അപ്ലൈ ചെയ്താലും ഇത് അവിടെ നിന്ന് പൊട്ടിപ്പോരില്ല. സോ അങ്ങനത്തെ ഒരു റിജിഡ് ആയിട്ടുള്ള സപ്പോർട്ടിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഒരു സ്ട്രിങ് ഉണ്ടാവും. ആ സ്ട്രിങ്ങിന്റെ അറ്റത്ത് ഒരു മാസമുള്ള ഒബ്ജക്റ്റ് ഉണ്ടാവും. ഈ സപ്പോർട്ട് ചെയ്തേക്കുന്ന പോയിന്റിൽ നിന്ന് ഈ മാസമുള്ള ഒബ്ജക്റ്റിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് പെൻഡുലത്തിന്റെ ലെങ്ത് ആയിട്ട് എടുക്കുക. ഇനി ഈ പെൻഡുലത്തിൽ എപ്പോഴും നമ്മൾ സ്ട്രിങ് മാസ്ലെസ് ആയിട്ട് എടുക്കുക. നമ്മൾ സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയൽ പെൻഡുലാണ്. സോ ഈ ഐഡിയൽ പെൻഡുലത്തിന്റെ സ്ട്രിങ് മാസ്ലെസ് ആയിട്ട് എടുക്കുക. അതായത് സ്ട്രിങ്ങിന് മാസ് ഇല്ല. പിന്നെ ഈ ബോബ് എന്ന് പറയുന്നത് ഇവിടെ ഹാങ് ചെയ്യുന്ന മാസുള്ള ഒബ്ജക്റ്റിനെയാണ് ബോബ് എന്ന് വിളിക്കുക. BOB. ബോബിന്റെ മാസ് നമ്മൾ M ആയിട്ട് എടുക്കും. ഇത്രയാണ് ഒരു പെൻഡുലത്തിന്റെ ബേസിക് കമ്പോണൻസ് എന്ന് വിളിക്കുക. ഒരു മാസ്ലെസ്, അതായത് സ്ട്രിങ്ങിന് മാസ് ഉണ്ടാവും. നമ്മൾ അതിന്റെ മാസ് നെഗ്ലക്ട് ചെയ്യും, കൺസിഡർ ചെയ്യില്ല.
സോ അങ്ങനെ ഒരു മാസ്ലെസ് ആയിട്ടുള്ള ഒരു സ്പ്രിങ് ഉണ്ട്. സി ഫിസിക്സിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാലേ, ഫിസിക്സ് എന്ന് പറയുന്നത് പ്യുവർ സയൻസ് ആണ്. സയൻസിന്റെ സ്റ്റഡി ആക്ച്വലി രണ്ട് ടൈപ്പ് ഉണ്ട്. പ്യുവർ സയൻസും ഉണ്ട്, ടെക്നോളജിയും ഉണ്ട്. സോ പ്യുവർ സയൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ കോർ എന്ന് പറഞ്ഞാൽ ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചറിന്റെ ലോസും പ്രിൻസിപ്പിളും മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്യുവർ സയൻസിന്റെ ഉദ്ദേശം. അവിടെ നമ്മൾ ജനറിക് ആയിട്ടുള്ള വളരെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്യാം. അപ്പം ഈ ജനറൽ പർപ്പസിന് വേണ്ടി ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ ഒരുപാട് അസംഷൻസ് എടുക്കും. ഇനി ടെക്നോളജി എന്താണെന്ന് വെച്ചാൽ അത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് സ്ഥലത്തേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നോളജി യൂസ് ചെയ്യാം. അപ്പൊ അവിടെ നമുക്ക് അസംഷൻസ് ഒന്നും പറ്റില്ല. ഇപ്പം ഫിസിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എഞ്ചിനീയറിംഗ്, അത് ടെക്നോളജിയാണ്. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ഒരു ഫ്ലൈറ്റ് ഡിസൈൻ ചെയ്യുന്നു. സോ നോർമൽ ഫിസിക്സ് നമ്മൾ ലോസ് ഓഫ് ഗ്രാവിറ്റി ഒക്കെ പഠിക്കുന്ന സമയത്ത് എയറിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്യും. എയർ ഇല്ല എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ ഗ്രാവിറ്റേഷന്റെ ലോസ് ഒക്കെ ഡിറൈവ് ചെയ്തെടുക്കുക. പക്ഷെ ഒരു എയർക്രാഫ്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എയർ റെസിസ്റ്റൻസ് നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞ പോലെ എന്തുകൊണ്ടാണെന്ന് ചോദിക്കരുത്, നമ്മൾ ഇതെല്ലാം ഐഡിയൽ സിറ്റുവേഷൻസാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് സ്ട്രിങ്ങിന് മാസ് ഇല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഐഡിയൽ ഇക്വേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പ്യുവർ സയൻസിൽ എപ്പോഴും അങ്ങനെയാണ്. സോ സിമ്പിൾ പെൻഡുലത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു മാസ്ലെസ് സ്പ്രിംഗ് ആണ്. ഇതാണ് പെൻഡുലം. എന്നിട്ട് ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ പെൻഡുലം ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എടുക്കുന്ന ടൈമിനെയാണ് ടൈം പീരീഡ് എന്ന് വിളിക്കുക. അതെന്തുവാന്നൊന്നും അറിയണ്ട, ടി വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുക. ദ ടൈം പീരീഡ് ടി ഓഫ് എ പെൻഡുലം ഡിപ്പെൻഡ്സ് ഓൺ മാസ് ഓഫ് ദ ബോബ്. എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഈ ബോബിന്റെ മാസ് എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ലെങ്ത് ഓഫ് ദ വയർ എല്ലിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജീനെ ഡിപ്പെൻഡ് ചെയ്യും. 3 ടേംസിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്ത്? ടൈം പീരീഡ്. നമ്മൾ ഫിസിക്സിൽ എപ്പോഴും ഒരു ക്വാണ്ടിറ്റി വേറൊരു ക്വാണ്ടിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 2 തരം ഡിപ്പെൻഡൻസ് ഉള്ളത്. ഒന്ന് ഡയറക്റ്റ് ഡിപ്പെൻഡൻസ്. ഫസ്റ്റത്തെ ടൈപ്പ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നതാണ് ഡയറക്റ്റ് ഡിപ്പെൻഡൻസ്. ഡയറക്റ്റ് ഡിപ്പെൻഡൻസിനെ നമ്മൾ വേറൊരു പേര് യൂസ് ചെയ്യും. അത് നിങ്ങൾക്ക് കേട്ടാൽ അറിയാൻ പറ്റും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് വിളിക്കും. അതായത് ഇങ്ങനെ എഴുതാം, എ പ്രൊപ്പോർഷണൽ ടു ബി. ഇങ്ങനെയാണ് ഡയറക്റ്റ് ഡിപ്പെൻഡൻസിനെ നമ്മൾ എഴുതാം. സോ എ പ്രൊപ്പോർഷണൽ ടു ബി എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഇതാ, എ എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി കൂടിക്കഴിഞ്ഞാൽ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് ബി എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയും ഇൻക്രീസ് ചെയ്യും. എ ഇൻക്രീസ് ചെയ്താൽ ബി ഇൻക്രീസ് ചെയ്യും. എ ഡിക്രീസ് ചെയ്താൽ ബിയും എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഇതിനെയാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ ഡയറക്റ്റ് ഡിപ്പെൻഡൻസ് എന്ന് വിളിക്കുക. ഓക്കെ ആണോ? ഓക്കെ. നൗ വെറുതെ ബി എന്ന് എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബി റേസ് ടു 1 ആ. നിങ്ങൾക്ക് അറിയാലോ, എ പ്രൊപ്പോർഷണൽ ടു വെറുതെ ബി എന്ന് എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബി റേസ് ടു 1 ആ. നൗ ഇൻവേഴ്സ് പ്രൊപ്പോർഷണാലിറ്റി ഉണ്ട്, അതായത് ഇൻവേഴ്സ് ഡിപ്പെൻഡൻസ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നും വിളിക്കും. ഇത് ഇങ്ങനെ എഴുതാം, എ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബി എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്, എ പ്രൊപ്പോർഷണൽ ടു 1/b. എ പ്രൊപ്പോർഷണൽ ടു 1/b എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന് അർത്ഥം എന്താ? എ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബി. സോ ഇവിടെ എന്താ അർത്ഥം? എ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യണം? ബി ഇൻക്രീസ് ചെയ്യണം. ഒന്ന് കൂടിയാലും മറ്റേതും കൂടണം, ഒന്ന് കുറഞ്ഞാലും മറ്റേതും കുറയണം. ഇതിനാണ് ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ എന്ന് വിളിക്കുക. ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബി എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യണം. ഇങ്ങനെ 2 ക്വാണ്ടിറ്റീസ് ഡിപ്പെൻഡ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുക? ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ. സോ ഈ വെറുതെ ബി എന്ന് പറഞ്ഞാൽ ബി റേസ് ടു 1 ആ. ഈ ബി റേസ് ടു 1നെ മുകളിലേക്ക് എഴുതാണെങ്കിലേക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? എ പ്രൊപ്പോർഷണൽ ടു ബി റേസ് ടു -1. ഇങ്ങനെയും ഈ ഇൻവേഴ്സ് പ്രൊപ്പോർഷണാലിറ്റി എനിക്ക് എഴുതാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിലും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിലും എന്തിലാ ചേഞ്ച് വരാ? സെക്കൻഡ് ക്വാണ്ടിറ്റിയുടെ പവർ ആണ് മാറുള്ളൂ. ഫിസിക്സിൽ 2 തരത്തിലാണ് ഏതെങ്കിലും 2 ക്വാണ്ടിറ്റികൾ ഡിപ്പെൻഡ് ചെയ്യുക. ഒന്ന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, മറ്റേത് എന്തായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എ പ്രൊപ്പോർഷണൽ ടു ബി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പ്രൊപ്പോർഷണാലിറ്റി. എ പ്രൊപ്പോർഷണൽ ടു 1/b എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവേഴ്സ് പ്രൊപ്പോർഷണാലിറ്റി. ഈ 1/b എനിക്ക് എങ്ങനെയും എഴുതാം? ബി റേസ് ടു -1 എന്ന് എഴുതാം. 1/b എനിക്ക് എങ്ങനെ എഴുതാം? ബി റേസ് ടു -1 എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയാലും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയാലും ബിയുടെ പവറിലാണ് ചേഞ്ച് ഉണ്ടാവുക. ഈ 2 രീതിയിലെ 2 ക്വാണ്ടിറ്റികൾ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. യെസ്, ഡൗട്ട്. ഇനി എങ്ങനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താലും ഈ പവറിലാണ് എന്തുണ്ടാവുള്ളൂ? ചേഞ്ച് ഉണ്ടാവുള്ളൂ. ഡൗട്ട്.
പോയോ? ഓക്കെ, ഇത്ര ഓക്കെ ആണോ എല്ലാവർക്കും? ഹലോ, ഓക്കെ. അപ്പം ഡയറക്റ്റ് ഡിപ്പെൻഡൻസ് ആയാലും ഇൻവേഴ്സ് ഡിപ്പെൻഡൻസ് ചേഞ്ച് വരുന്ന എവിടെയാ? പവറിലായിരിക്കും. സാർ അത് മാറ്റിയാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും പ്രോബ്ലത്തിന്റെ പാർട്ടല്ല, ഇത് ബേസിക്സ് ആണ്, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലത്തിൽ തന്നേക്കുന്ന ക്വാണ്ടിറ്റീസിനെ എങ്ങനെ എഴുതാം? അപ്പോൾ ഇവിടെ പ്രോബ്ലത്തിൽ പറഞ്ഞേക്കുന്നത് ടൈം പീരീഡ് ഓഫ് എ പെൻഡുലം 3 ക്വാണ്ടിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ നമുക്ക് അറിയില്ല അത് ഡയറക്റ്റ് ഡിപ്പെൻഡൻസ് ആണോ ഇൻവേഴ്സ് ഡിപ്പെൻഡൻസ് ആണോ എങ്ങനെയാ ഡിപ്പെൻഡ് ചെയ്യണേന്ന് അറിയില്ല. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ടൈം പീരീഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാ, ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാ. ബട്ട് എങ്ങനെയാണ് പ്രൊപ്പോർഷണൽ? ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണോ എന്നൊന്നും അറിയില്ല. ഇവ ഡയറക്റ്റ് ആയാലും ഇൻവേഴ്സ് ആയാലും എന്തിൽ ചേഞ്ച് വരും എന്നാ പറഞ്ഞ? ഇവരുടെ പവേഴ്സിൽ ചേഞ്ച് വരും. സോ പവർ എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ വെറുതെ പവറിനെ എ ബി സി എന്ന് എഴുതാണ്. ടി പ്രൊപ്പോർഷണൽ ടു എം റേസ് ടു എ, ടി പ്രൊപ്പോർഷണൽ ടു എൽ റേസ് ടു ബി, ടി പ്രൊപ്പോർഷണൽ ടു ജി റേസ് ടു സി. സോ നമ്മൾ റേസ് ടു ഇട്ട് എഴുതാണ് എല്ലാത്തിന്റെയും പവർ. എങ്ങനെ പ്രൊപ്പോർഷൻ അറിയാത്തതുകൊണ്ടാണ് വെറുതെ 3 വേരിയബിൾസ് എ ബി സി ഇട്ട് കൊടുത്തു. കുഴപ്പമില്ലല്ലോ. എന്നിട്ട് നമ്മൾ ഫിസിക്സിൽ എപ്പോഴും ചെയ്യാറുള്ളതാണ്, ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഈക്വൽ ടു സൈൻ ആക്കണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഇവിടെയും ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഈക്വൽ ടു ആക്കാൻ ഒരു കോൺസ്റ്റന്റ് കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. സോ ടി ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ് ടു എ എൽ റേസ് ടു ബി ജി റേസ് ടു സി എന്ന് എഴുതാം. ഇങ്ങനെ കിട്ടുന്ന ഇക്വേഷനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഓക്കെ ആണോ? നൗ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാല് ഇക്വേഷൻ നമ്പർ 1 കിട്ടിക്കഴിഞ്ഞാൽ ഈ എല്ലാ ടേംസിനെയും ഡൈമെൻഷണൽ ഫോമിലേക്ക് മാറ്റണം. സോ റൈറ്റിംഗ് ഇൻ ഡൈമെൻഷണൽ ഫോം, ഡൈമെൻഷണൽ ഫോമിലേക്ക് മാറ്റണം. ടീന്റെ ഡൈമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ടി തന്നെയാ. അപ്പം എമ്മും എല്ലും ഇല്ലാത്തതുകൊണ്ട് എം റേസ് ടു 0 എൽ റേസ് ടു 0 ടി എന്ന് എഴുതാം. ഇനി കെ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ്, അതിന് ഡൈമെൻഷൻ ഇല്ല. അത് നമ്മൾ എന്ത് ചെയ്യണ്ട? എഴുതണ്ട, നെഗ്ലക്ട് ചെയ്യാം. എം എന്ന് പറയുന്നത് എന്താണ്? മാസ് ആണ്. ഒരാൾ വിളിക്കും സാറേ, റെനീറ്റ. സോ എം മാസ് ആണ്. സോ മാസിന്റെ ഡൈമെൻഷൻ എന്താ റെനീറ്റ? റെനീറ്റ ഹലോ, സൗണ്ട് കേൾക്കുന്നില്ല. ഹലോ, ഇല്ല. വൈക. സോ എം മാസാണ്. മാസിന്റെ ഡൈമെൻഷൻ എന്തായിരുന്നു വൈക? എം ആണ്, എം ആണ്. സോ ഇവിടെ റേസ് ടു എ എഴുതി. എല് ലെങ്ത് ആണ്. ലെങ്ത്തിന്റെ ഡൈമെൻഷൻ എന്താ? എല്. റേസ് ടു ഇവിടെ എന്താണ്? ബി. ഇനി ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതിന്റെ ഡൈമെൻഷൻ എന്താ? ആക്സിലറേഷന്റെ തന്നെ ഡൈമെൻഷനാ റേസ് ടു സി. ഇനി എല്ലാ ബ്രാക്കറ്റ്സും ഓപ്പൺ ചെയ്യാം. സോ എം റേസ് ടു എ എൽ റേസ് ടു ബി, ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും വേഗം? എൽ റേസ് ടു സി ടി റേസ് ടു മൈനസ് 2c. ഇത്ര എല്ലാവർക്കും ഓക്കെ ആണോ? നൗ യെസ്, ഡൗട്ട് ആര്യൻ? കമ്പൈൻ ചെയ്യാൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യാം. സോ എല്ലും എല്ലിനെ കമ്പൈൻ ചെയ്യുമ്പോൾ എം റേസ് ടു എ എൽ റേസ് ടു ബി പ്ലസ് സി ടി റേസ് ടു മൈനസ് 2c എന്ന് കിട്ടും. ഈ ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവരണം. അതായത് രണ്ട് സൈഡിലും ഓരോ എമ്മും എല്ലും ടിയെ പാടുള്ളൂ. ഇവിടെയും എം എൽ ടി, ഇവിടെയും എം എൽ ടി. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം ഈ കറസ്പോണ്ടിങ് ടേംസിന്റെ പവേഴ്സ് സെയിം ആയിരിക്കും. അതായത് ഇവിടത്തെ എമ്മിന്റെ പവറും ഇവിടത്തെ എമ്മിന്റെ പവറും സെയിം ആയിരിക്കും. ഇവിടത്തെ എല്ലിന്റെ പവറും ഇവിടത്തെ എല്ലിന്റെ പവറും സെയിം ആയിരിക്കും. ഇവിടത്തെ ടീന്റെ പവറും ഇവിടത്തെ ടീന്റെ പവറും സെയിം ആയിരിക്കും. സോ ബൈ ഇക്വേറ്റിംഗ് ദ പവേഴ്സ്, പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എമ്മിന്റെ പവർ 0, ഇവിടെ എമ്മിന്റെ പവർ എ, അപ്പം എ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി എല്ലിന്റെ പവർ നോക്ക്, ബി പ്ലസ് സി, ഇവിടെ എല്ലിന്റെ പവർ ഈക്വൽ ടു 0. ഇനി ടീന്റെ പവർ ഇവിടെ മൈനസ് 2c ഈക്വൽ ടു, ഇവിടെ ടീന്റെ പവർ എത്രയാ? ഒന്നുമില്ലെങ്കിൽ 1 ആണ്. സോ സി ഈസ് ഈക്വൽ ടു
-2 ഇൻറ്റു -2 ആണ്. അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ -2 -1/2 എന്ന് കിട്ടും. ആ സിന്റെ വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്യാം. സോ ബി പ്ലസ് -1/2 ഈക്വൽ ടു 0. -1/2 അപ്പുറത്തേക്ക് ഉണ്ടാവും, എന്താവും +1/2 എന്നാവും. സോ എന്റെ വാല്യൂ 0 കിട്ടും, ബിന്റെ വാല്യൂ +1/2 എന്ന് കിട്ടും, സിന്റെ വാല്യൂ -1/2 എന്ന് കിട്ടും. ഈ മൂന്ന് വാല്യൂസും എവിടേക്ക് അപ്ലൈ ചെയ്യാം? ഇക്വേഷൻ നമ്പർ 1ൽ അപ്ലൈ ചെയ്യാം. സോറി, ക്വസ്റ്റ്യൻ ഒന്ന് പറയാം. ഇക്വേഷൻ നമ്പർ 1ൽ അപ്ലൈ ചെയ്യാം. സോ അപ്ലൈ ചെയ്യുമ്പോൾ ഇക്വേഷൻ നമ്പർ 1 എന്ത് വരും? therefore ഇക്വേഷൻ 1 becomes t is equal to k into m raised to a. m raised to a ന്റെ വാല്യൂ എത്രയാ? 0 into l raised to b. b ന്റെ വാല്യൂ എത്രയാ? 1/2 into g raised to c. c ന്റെ വാല്യൂ എത്രയാ? -1/2 എന്ന് കിട്ടും. നൗ നിങ്ങൾ അറിവിലേക്ക് വേണ്ടി പറയാണ്, ഏത് ക്വാണ്ടിറ്റി റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ദാറ്റ് ക്വാണ്ടിറ്റി ആണ്. എനി ക്വാണ്ടിറ്റി റേസ് ടു -1/2 എന്ന് പറഞ്ഞാൽ 1/√ ഓഫ് ദാറ്റ് ക്വാണ്ടിറ്റി ആണ്. ആൻഡ് ഇത് നിങ്ങൾക്ക് അറിയണ്ടാവും, എനി ക്വാണ്ടിറ്റി റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇതെന്ത് വരും? ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ് ടു 0 എന്നുള്ളത് എന്താവും? 1 ആവും. ഇൻറ്റു എൽ റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ എന്താവും? √L ആവും. ജി റേസ് ടു -1/2 എന്ന് പറഞ്ഞാലോ 1/√G ആവും. സോ ഇത് കമ്പൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു √L/G എന്ന് കിട്ടും. ഇതാണ് ടൈം പീരീഡ് ഓഫ് എ പെൻഡുലത്തിന്റെ ഇക്വേഷൻ. ഇതിൽ കെ എന്ന് പറയുന്ന ആ കോൺസ്റ്റന്റിന് ഒരു വാല്യൂ ഉണ്ട് ശരിക്കും പെൻഡുലത്തിന്റെ ടൈം പീരീഡിൽ, അത് 2π ആണ്. സോ നമുക്ക് അറിയില്ല, അതുകൊണ്ട് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇത്ര എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. എന്താണ് റിയ? പറയും. എനിത്തിങ് റേസ് ടു 3/2 എന്ന് പറഞ്ഞാല് ക്യൂബ് റൂട്ട് ഓഫ് എ ആണ്. ഇനി എ റേസ് ടു 5/2 ആണെങ്കിലോ 5√A ആണ്. ഓക്കെ, എന്താണ്? 4 മനസ്സിലായില്ല. ഈ എന്റെ ബിന്റെ ഒക്കെ വാല്യൂ കോൺസ്റ്റന്റിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടേക്ക് അപ്ലൈ ചെയ്താൽ മതി, വെറുതെ എടുത്ത് എഴുതിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. കോൺസ്റ്റന്റ് കെന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അവസാനത്തെ സ്റ്റെപ്പിൽ അത് വെറുതെ എടുത്ത് എഴുതാം, വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, ഇതൊന്നും എഴുതി കഴിയാത്തൊരു സ്ക്രീൻഷോട്ട് എടുക്കോ? ഹലോ, ഇത് മനസ്സിലായ? ഇതിൽ സ്റ്റെപ്സ് ആണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ടൈം പീരീഡ് 3 ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് അറിയാത്തതുകൊണ്ട് പവറിൽ A, B, C ഇട്ട് കൊടുത്തു. ഇനി പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഈക്വൽ ടു സൈൻ ആക്കാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് കെനെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ആ കിട്ടുന്ന ഇക്വേഷനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മൈൽ സ്റ്റോൺ. ഇക്വേഷൻ നമ്പർ 1 കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ക്വാണ്ടിറ്റികളെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ഡയമെൻഷണൽ ഫോർമാറ്റിലേക്ക് എഴുതുന്നു. യെസ്, ഡൗട്ട് തരാം. ആര്യൻ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ടാ ചോദിക്കുക. ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ വരാം. നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം കുറച്ചുകൂടെ എന്താണ് ഇക്വേഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നേ, അത്രേ ഉള്ളൂ. കേട്ടില്ല? എന്താണ്? അതെ അതെ. സോ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഇക്വേഷൻ നമ്പർ 1 കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ അത്രയും ഡയമെൻഷൻ ഫോമിലേക്ക് എഴുതും. എന്നിട്ട് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യും. 2L 2T ഒക്കെ ഉണ്ടെങ്കിൽ അത് കമ്പൈൻ ചെയ്ത് എഴുതും. ദെൻ MLT എന്ന് രണ്ട് സൈഡിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ
എന്റെ എം എൽ ടിന്റെ പവേഴ്സ് ഇക്വേറ്റ് ചെയ്തിട്ട് എന്റെയും ബിന്റെയും സിന്റെയും വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യും. ആ വാല്യൂസ് ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഫൈനൽ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് എഴുതും. ഇതാണ് ആ ഫോർമാറ്റ് കേട്ടോ. മാറ്റോട്ടെ സാർ, നെക്സ്റ്റ് പോവാം. ഹലോ, യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ കേട്ടോ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ നിങ്ങൾ ഇതേപോലെ. The centripetal force acting on a body depends on mass of the body m. ഇതേപോലെ തന്നെ പറഞ്ഞേക്കുന്നത് ഇവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി ഡിപ്പെൻഡ്സ് ഓൺ മാസ് ഓഫ് ദ ബോഡി എം, വെലോസിറ്റി വി ആൻഡ് റേഡിയസ് ഓഫ് സർക്കുലർ പാത്ത് ആർ. യൂസിംഗ് ഡയമെൻഷണൽ മെത്തേഡ് ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ സെൻട്രിപിറ്റൽ ഫോഴ്സ്. സോ സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ ആണ് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞേക്കുന്നത്? മാസ് എം, വെലോസിറ്റി വി ആൻഡ് റേഡിയസ് ഓഫ് സർക്കുലർ പാത്ത് ആർ. നമുക്കിതിൽ ഒന്നും എന്താന്ന് അറിയണ്ട, നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ ഡിപ്പെൻഡൻസ് എഴുതി പോവാം. സോ സെൻട്രിപിറ്റൽ ഫോഴ്സ് എഫ് ഡിപ്പെൻഡ്സ് ഓൺ മാസ് എം, വെലോസിറ്റി വി, റേഡിയസ് ഓഫ് സർക്കുലർ പാത്ത് ആർ. എങ്ങനെയാ ഡിപ്പെൻഡൻസ് എന്ന് അറിയില്ല, അതുകൊണ്ട് വെറുതെ എ ബി സി പവറിൽ ഇട്ട് കൊടുത്തു. നൗ നിങ്ങൾ എന്നെ വെയിറ്റ് ചെയ്യേണ്ട, ചെയ്തു പോ, അറിയാവുന്നവർ ചെയ്തു പോ, ഡൗട്ട് ഉള്ളവർ മാത്രം എന്നെ നോക്കിയാൽ മതി. യെസ് ഓർ ഡൗട്ട്? ആരാ? ക്രിസ്, പറയും. ഗുഡ് ഈവനിങ്. അറിയൂല. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ക്വാണ്ടിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണെങ്കിൽ ഇങ്ങനെ എഴുതും. അപ്പം എ പ്രൊപ്പോർഷണൽ ടു ബി റേസ് ടു 1 എന്നല്ലേ അത് വായിക്കാം. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണെങ്കിൽ 1/b എന്ന് എഴുതും. എന്ന് പറഞ്ഞാൽ എ പ്രൊപ്പോർഷണൽ ടു ബി റേസ് ടു -1 അല്ലേ? ഡയറക്ട്ലി ആയാലും ഇൻവേഴ്സ്ലി ആയാലും എവിടെ ചേഞ്ച് വരുള്ളൂ? ബിന്റെ പവറിൽ ചേഞ്ച് വരുള്ളൂ. പവറിൽ ചേഞ്ച് വരും. നമുക്ക് പവർ എന്താ അറിയത്തേ ഇല്ല, അതുകൊണ്ട് വെറുതെ പവറിൽ 3 വേരിയബിൾസ് എഴുതി വെച്ചു, എ ബി സി. എന്നിട്ട് അത് നമ്മൾ കണ്ടുപിടിക്കുകയാണ് എന്താണ് പവർ എന്ന്. ഓക്കെ, ആര്യ പറയ്. എന്താണ്? അതല്ല, അതായത് ശരിക്കും ടൈം പീരീഡിന്റെ ഇക്വേഷനിൽ കെന്റെ വാല്യൂ 2π ആണ്. അത് ചിലപ്പോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഗിവൺ ഈ ക്വസ്റ്റ്യന്റെ അറ്റത്ത് ഉണ്ടോ ടേക്ക് കെ ഈക്വൽ ടു 1. ഇവിടെ കെന്റെ വാല്യൂ 1 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അവസാന ഇക്വേഷൻ എഴുതുമ്പോ കെന്റെ സ്ഥാനത്ത് 2π ഇട്ട് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. മെത്തേഡിലൊന്നും ചേഞ്ച് ഇല്ല. യെസ്, പ്രിയ. ക്വസ്റ്റ്യൻ അവര് കേക്ക് ക്വസ്റ്റ്യനിൽ അത് ഇതേപോലെയാണോ ക്വസ്റ്റ്യൻ വരാന്നാ? അങ്ങനെ പറയും. ഇനി അങ്ങനെ അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾ നിലവിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒന്നും പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ മതി. നമ്മൾ ഇനി ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ എന്താണെന്ന് അറിയണ്ടാവും. അപ്പൊ പിന്നെ ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അല്ലാത്ത ക്വസ്റ്റ്യൻ കണ്ടാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അല്ലാത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. m⁴a, v⁴b, r⁴c അങ്ങനെ കിട്ടുന്ന ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഇക്വേഷൻ നമ്പർ 1 എഴുതി കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യണം? എല്ലാത്തിനെയും ഡയമെൻഷണൽ ഫോർമാറ്റിലേക്ക് മാറ്റണം. റൈറ്റിംഗ് ഇൻ ഡയമെൻഷണൽ ഫോം.
സി നിങ്ങളെല്ലാവരും അറേഞ്ച്മെന്റ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. നമ്മൾ ഇവിടുന്ന് ഇൻസ്ട്രക്ഷൻ തന്നേക്കുന്ന പോലെ തന്നെയാണ് ക്യാമറയുടെ പൊസിഷൻ എന്നുള്ളത് നോക്കണം. നിങ്ങളുടെ ഫേസ് പ്രോപ്പറായിട്ട് കാണാൻ പറ്റണം, എഴുതുന്ന ബുക്ക് കാണാൻ പറ്റണം, രണ്ട് കൈകളും കാണാൻ പറ്റണം. എല്ലാവരും ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യട്ടോ നിങ്ങളെ ക്യാമറ അങ്ങനെ തന്നെയല്ലേ ഇരിക്കുന്നതെന്ന്. യെസ്. സോ റൈറ്റിംഗ് ഇൻ ഡയമെൻഷണൽ ഫോം, എല്ലാം ഡയമെൻഷണൽ ഫോമാറ്റിലേക്ക് മാറ്റാം. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ? mL(T)⁻² ഈസ് ഈക്വൽ ടു, കോൺസ്റ്റന്റ് ആണ്, കെക്ക് ഡയമെൻഷൻ വേണ്ട, മാസിന്റെ ഡയമെൻഷൻ m(A), വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT⁻⁻⁴, b, റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്, അതിന്റെ ഡയമെൻഷൻ L വെച്ചാൽ ലെങ്ത് ആണ്, അതിന്റെ ഡയമെൻഷൻ L⁻C. ഇനി എന്ത് ചെയ്യണം? ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക. m(A), L⁻B, T⁻⁻B, L⁻C. സോ ഇത് എഴുതി കഴിയുമ്പോൾ ഇങ്ങനെ വരും, mL(T)⁻² ഈസ് ഈക്വൽ ടു m(A), L⁻B+C, T⁻⁻B എന്ന് വരും. സോ ഇനി എന്ത് ചെയ്യാ? വാല്യൂസ്, പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. സോ ഇക്വേറ്റിംഗ് ദ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ എമ്മിന്റെ പവറും ഇവിടുത്തെ എമ്മിന്റെ പവറും A ഈസ് ഈക്വൽ ടു 1, ഇവിടെ MA, ഇവിടെ M1, ഇവിടെ B+C, ഇവിടെ 1, B+C ഈസ് ഈക്വൽ ടു 1, ഇവിടെ -B, -2, -B ഈസ് ഈക്വൽ ടു -2. നെഗറ്റീവ് നെഗറ്റീവ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ B ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 2 എന്ന് കിട്ടും. ആ ബിന്റെ വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പം 2+C ഈക്വൽ ടു 1, C ഈസ് ഈക്വൽ ടു +2 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -2, ദാറ്റ് ഈസ് ഈക്വൽ ടു -1. സിന്റെ വാല്യൂ -1, ബിന്റെ വാല്യൂ 2, എന്റെ വാല്യൂ 1 കിട്ടും. ഇതെല്ലാം ഇക്വേഷൻ നമ്പർ 1ൽ അപ്ലൈ ചെയ്യാം. അപ്പൊ ഇക്വേഷൻ നമ്പർ 1 എന്താവും? ഇക്വേഷൻ നമ്പർ 1 ബിക്കംസ് F ഈസ് ഈക്വൽ ടു K ഇൻറ്റു m⁻A എന്ന് പറഞ്ഞാൽ m⁻1, v⁻B, v⁻2, r⁻C, r⁻⁻1. നമുക്ക് അറിയാം എനിത്തിങ് (⁻1) എന്ന് പറഞ്ഞാൽ 1/r⁻1 ആണ് അല്ലേ. സോ F ഈസ് ഈക്വൽ ടു K ഇൻറ്റു mv²/r. നൗ കെന്റെ വാല്യൂ 1 കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കെന്റെ വാല്യൂ 1 കൊടുത്താൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് F ഈസ് ഈക്വൽ ടു mv²/r എന്ന് കിട്ടും. ഇതാണ് ശരിക്കും സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ. സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണെന്ന് കാട്ടാൻ വേണ്ടിയിട്ടാണ് FC എന്ന് ഇട്ടേക്കുന്നത്. FC ഈസ് ഈക്വൽ ടു mv²/r. ചെയ്തെത്താൻ പറ്റണ്ട സാറിന്റെ ഒപ്പം, സാറിനേക്കാളും മുമ്പിൽ. യെസ്. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ എടുത്തോട്ടോ. സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ എടുക്കേ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു തുടങ്ങി. എന്റെ ആൻസർ കിട്ടണോന്ന് ഹാൻഡ് റൈസ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്നവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം, ഏത് ക്വസ്റ്റ്യൻ ആയാലും ഒരു സിംഗിൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് മാക്സിമം തരുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ 3 മാർക്കായിരിക്കും. എത്ര വലിയ ക്വസ്റ്റ്യൻ ആയാലും ഒരു സിംഗിൾ ക്വസ്റ്റ്യന്റെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 3 മാർക്കായിരിക്കും. പക്ഷെ എക്സാമിന് നിങ്ങൾക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതെങ്ങനെയാ വരാന്ന് പറഞ്ഞാൽ A പാർട്ട്, B പാർട്ട്, C പാർട്ട് ഒക്കെ ഉണ്ടാവും. അപ്പൊ വേണമെങ്കിൽ A പാർട്ടിൽ സ്റ്റേറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി, എന്നിട്ട് B അത് 2 മാർക്കിനും, എന്നിട്ട് B പാർട്ടിൽ ഇതും ചോദിക്കാം. അപ്പൊ ഇത് 3 മാർക്കിന് വരും. സോ ഒരു സിംഗിൾ പ്രോബ്ലത്തിന് മാക്സിമം 3 മാർക്ക് ഉണ്ടാവുള്ളൂ.
സോ ഇത് ചെയ്തു ഒരാള് സാറിന് സപ്പോർട്ട് ചെയ്ത് ആരാ? ഷാരോൺ. ഹായ്. ആ ഷാരോൺ ഒന്ന്. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വെലോസിറ്റി ഓഫ് സൗണ്ട് ത്രൂ എ മീഡിയം വി ഡിപ്പെൻഡ്സ് ഓൺ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇ ഓഫ് ദ മീഡിയം, ഡെൻസിറ്റി ഓഫ് ദ മീഡിയം. രണ്ട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. ഡെൻസിറ്റി റോ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? വെലോസിറ്റി വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തൊക്കെയാണ്? ഡെൻസിറ്റി റോ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇ. നൗ രണ്ടും എങ്ങനെയാ ഡിപ്പെൻസ് എന്ന് അറിയില്ല, അപ്പൊ നമ്മൾ റേസ് ടു എയും റേസ് ടു ബിയും ഇടും, കുഴപ്പമില്ല. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ. സോ ഇങ്ങനെ കിട്ടുന്ന ഇക്വേഷനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കും. ഇക്വേഷൻ 1 കിട്ടിയാൽ പിന്നെ എന്താ ചെയ്യാ? ഡയമെൻഷണൽ ഫോമിലേക്ക് എഴുതും അല്ലെ. സോ റൈറ്റിംഗ് ഇൻ ഡയമെൻഷണൽ ഫോം. സോ വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഓർക്കണ്ടോ? ടി റേസ് ടു മൈനസ് 1 ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എഴുതണ്ട. ഡെൻസിറ്റിയുടെ ഓർക്കണ്ട. ഡെൻസിറ്റി മാസ് ബൈ വോളിയം ആണ്. മാസ് എം, വോളിയം എൽ ക്യൂബ്. ഡിനോമിനേറ്ററിൽ എൽ ക്യൂബ് മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എൽ റേസ് ടു മൈനസ് 3 ഓൾ റേസ് ടു എ. ഇനി മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിയുടെ ഇവിടെ തന്നിട്ടുണ്ട്, തരണം എന്നൊരു നിർബന്ധമില്ല, തന്നേക്കുന്നതുകൊണ്ട് നമുക്ക് അത് അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. എം റേസ് ടു 1 എൽ റേസ് ടു മൈനസ് 1 ടി റേസ് ടു മൈനസ് 2 ഓൾ റേസ് ടു ബി. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. യെസ്, ഒരു ഡൗട്ട് ആണോടാ? ഹലോ റഷിദ്. ഫിനിഷ് ആയി. ഓ ശരി 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 ശരി. ഓക്കെ ഓക്കെ. സോ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എം റേസ് ടു എ എൽ റേസ് ടു മൈനസ് 3a, എം റേസ് ടു ബി എൽ റേസ് ടു മൈനസ് ബി ടി റേസ് ടു മൈനസ് 2b എന്ന് കിട്ടും. ഇനി ഇത് കമ്പൈൻ ചെയ്ത് എഴുതുമ്പോ എം റേസ് ടു 0 എൽ ടി റേസ് ടു മൈനസ് 1 ഈസ് ഈക്വൽ ടു എം റേസ് ടു എ പ്ലസ് ബി എൽ റേസ് ടു മൈനസ് 3a മൈനസ് ബി ടി റേസ് ടു മൈനസ് 2b എന്ന് കിട്ടും. സോ രണ്ട് സൈഡിലും എം എൽ ടി എന്നായി. നൗ എന്ത് ചെയ്യാ? പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റിംഗ് ദ പവേഴ്സ്. ഇവിടെ എമ്മിന്റെ പവർ 0 ആണ്, ഇതിന്റെ എമ്മിന്റെ പവർ എ പ്ലസ് ബി ആണ്. സോ എ പ്ലസ് ബി ഈക്വൽ ടു 0. ഇനി എല്ലിന്റെ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുമ്പോഴോ മൈനസ് 3 1 ദെൻ ടീന്റെ മൈനസ് 2b നെഗറ്റീവ് ക്യാൻസൽ ആയി പോയി. ബി ഈക്വൽ ടു എന്ത് വരും? 1/2. 2 ഇൻറ്റു ബി അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /2 ആവും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ബിന്റെ വാല്യൂ. സോ മൈനസ് 3a മൈനസ് 1/2 ഈക്വൽ ടു 1. സോ മൈനസ് 3a ഈക്വൽ ടു 1 പ്ലസ് 1/2. മൈനസ് 1/2 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തോ പ്ലസ് 1/2 ആവും. സോ മൈനസ് 3a ഈസ് ഈക്വൽ ടു 3/2 എന്ന് വരും. യെസ്, ഒരു റെനിറ്റ ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ തന്നെയല്ലേ കിട്ടണേ? ഓക്കെ ഓക്കെ. സോ എ ഈസ് ഈക്വൽ ടു എന്ത് വരും? 3/2 ഇൻറ്റു മൈനസ് 1/3 ഇൻറ്റു മൈനസ് 3 ഡിവൈഡഡ് ബൈ മൈനസ് 3 ആവും. സോ 3യും 3യും ക്യാൻസൽ ആയി പോയിട്ട് എ ഈസ് ഈക്വൽ ടു മൈനസ് 1/2 എന്ന് കിട്ടും. നൗ എന്റെ ബിന്റെ വാല്യൂ കിട്ടിയില്ലേ?
നൗ ദി ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യെസ് സർ, ഡൗട്ട് ആര്യൻ? ആ മതി മതി, അങ്ങനെ ചെയ്താലും മതി. വേണ്ട, എങ്ങനെ കണ്ടുപിടിച്ചാലും മതി. ഇവിടെ നിന്ന് എളുപ്പത്തിൽ കിട്ടും. എ പ്ലസ് 1/2 ഈക്വൽ ടു 0, എ ഈക്വൽ ടു -1/2. ഇത്രയേ ഉള്ളൂ. എവിടെ നിന്ന് കണ്ടുപിടിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്കറിയോ? സോ നമ്മളുടെ ഇക്വേഷൻ നമ്പർ 1 എന്താവും? സോ വി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു റോ റേസ് ടു എ -1/2 ഇൻറ്റു ഇ റേസ് ടു 1/2. സോ കെ ഇൻറ്റു 1/√ റോ ഇൻറ്റു റൂട്ട് ഓഫ് ഇ എന്ന് പറയുന്നത് എന്ത് വരും? കെ ഇൻറ്റു റൂട്ട് ഓഫ് ഇ ബൈ റോ എന്ന് വരും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാ. എന്താണ് അതാരത്? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ആരുഷി എന്താണ് 1 എടുത്തോളം പറഞ്ഞിട്ടുണ്ടോ ക്വസ്റ്റ്യൻ? സാർ ക്വസ്റ്റ്യൻ നോക്കൂ. കെ 1 എടുത്തോളം പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ കെക്ക് 1 കൊടുക്കുക. അപ്പൊ റൂട്ട് ഓഫ് ഇ ബൈ റോ കിട്ടും. ഓക്കെ, യെസ്. കാർത്തിക് എന്താണ് ചെയ്തിട്ടില്ലാന്ന്? കാർത്തികിന്റെ ചെയ്തോ? ശരി 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 ശരി. വിനായക് പറയും. നമ്മളെ എനിത്തിങ് റേസ് ടു 1 എന്ന് പറഞ്ഞാല്, സോറി, എനിത്തിങ് റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ക്വാണ്ടിറ്റിയുടെ റൂട്ട് എന്നാണ് അർത്ഥം. എനിത്തിങ് റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ അതിന്റെ റൂട്ടാണ്. വിനായക് ഹലോ. എനിത്തിങ് റേസ് ടു -1/2 എന്ന് പറഞ്ഞാൽ അതിന്റെ 1/√ എന്നാണ് അർത്ഥം. എവിടെ? ഇതാണോ? നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ 1 ഇല്ലേ, റോ റേസ് ടു എ, എന്റെ വാല്യൂ നമുക്ക് -1/2 കിട്ടി. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി. ഇതും ചെയ്തു നോക്കോ. Derive the expression for viscous force F, which depends on coefficient of viscosity eta, radius of ball R, velocity of ball V using dimensions. കമന്റ്സ് എന്തെങ്കിലും ഇല്ലാക്കി കാട്ടണമെങ്കിൽ പറയാം. ഇതേപോലെ തന്നെ ഒരു ഡൗട്ട്. റിയ ചെയ്ത് കഴിഞ്ഞാണോ? അറിയില്ല, തന്നിട്ടില്ല. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ ഡയമെൻഷൻ. ഫസ്റ്റ് 31 ക്വാണ്ടിറ്റികളിൽ അതിന്റെ ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ വെച്ച് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ വിസ്കസ് ഫോഴ്സ് എഫ്. സോ വിസ്കസ് ഫോഴ്സ് എഫിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. സോ അത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്? വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഈറ്റ, then radius of ball, then velocity.
കെന്റെ വാല്യൂ 6π എടുത്തോളാനും പറഞ്ഞിട്ടുണ്ട്. സോ ഇത്രയും ക്വാണ്ടിറ്റീസിന് അത് ഡിപ്പെൻഡ് ചെയ്യും കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? അതിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. സോ അക്കോർഡിംഗ് ടു ദിസ് ക്വസ്റ്റ്യൻ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യുന്ന പോലെ എങ്ങനെയാ ഡിപ്പെൻഡൻസ് എന്ന് അറിയില്ല. സോ റേസ് ടു ABC എഴുതി. ഇനി പ്രൊപ്പോർഷണാലിറ്റി ബ്രേക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു? ഒരു കോൺസ്റ്റന്റ് K വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ കിട്ടുന്ന ഇക്വേഷനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഇക്വേഷൻ നമ്പർ 1 കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം എന്ത് ചെയ്യും? ഡയമെൻഷണൽ ഫോമിലേക്ക് എഴുതും. ജോക്ക് ആൻസർ കിട്ടിയോ? ജോ കിട്ടി. ഓക്കെ. സോ ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ mLT⁻² ആണ്. ഇനി കോൺസ്റ്റന്റ് K ആയതുകൊണ്ട് നമ്മൾ അതിന്റെ എന്ത് എഴുതേണ്ട ആവശ്യമില്ല? ഡയമെൻഷൻ എഴുതേണ്ട ആവശ്യമില്ല. ഇനി കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി നമ്മൾ പഠിച്ചേക്കുന്ന ക്വാണ്ടിറ്റിയാ. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് mL⁻⁻1 T⁻⁻1 ആണ്. സോ mL⁻⁻1 T⁻⁻1 all raised to a. then റേഡിയസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ് raised to b. വെലോസിറ്റി LT⁻⁻1 ആണ് raised to c. ഇനി എന്ത് ചെയ്യുക? ബ്രാക്കറ്റ്സ് ഒക്കെ ഓപ്പൺ ചെയ്യുക. സോ m⁻⁴ L⁻⁻⁻a T⁻⁻⁻a L⁻b L⁻c T⁻⁻c എന്ന് കിട്ടും. രണ്ടെണ്ണമുള്ള ക്വാണ്ടിറ്റീസ് ഒക്കെ എന്ത് ചെയ്യുക? കമ്പൈൻ ചെയ്യുക. സോ m ഒരെണ്ണം ഉള്ളൂ, അത് അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. സോ mLT⁻² is equal to m⁻a m⁻a L⁻⁻a plus b plus c T⁻⁻a minus c എന്ന് കിട്ടും. ഇനി പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. സോ ഇക്വേറ്റിംഗ് ദ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ബൈ ഇക്വേറ്റിംഗ് ദ പവേഴ്സ് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എമ്മിന്റെ പവർ 1 ആണ്, ഇവിടെ എമ്മിന്റെ പവർ a ആണ്. സോ a is equal to 1 എന്ന് കിട്ടും. ദെൻ -a plus b plus c equal to 1 എന്ന് കിട്ടും. -a minus c is equal to -2 എന്ന് കിട്ടും. ഇവിടെ അതിന്റെ വാല്യൂ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ -1 minus c is equal to -2. Minus c is equal to -2 plus 1. That is equal to minus c equal to -1. c equal to 1 എന്ന് കിട്ടും. എന്റെ സിന്റെ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എയും 1 ആണ്, സിയും 1 ആണ്. സോ -1 പ്ലസ് ബി പ്ലസ് 1 ഈക്വൽ ടു 1. -1ഉം +1ഉം ക്യാൻസൽ ചെയ്യും. ബി ഈക്വൽ ടു എന്ന് കിട്ടും 1 കിട്ടും. ഇങ്ങനെ കിട്ടണ്ടോ? കിട്ടി. സോ ഇനി എന്ത് ചെയ്യാം? എന്റെയും ബിന്റെയും സിന്റെയും വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദെർഫോർ ഇക്വേഷൻ 1 ബിക്കംസ് ഇക്വേഷൻ 1 എന്ത് വരും? F is equal to K into η⁻⁴ R⁴ V⁻. Kന്റെ വാല്യൂ എന്ത് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്? 6π എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. സോ F is equal to 6π η/RV എന്ന് വരും. ഇതാണ് വിസ്കസ് ഫോഴ്സിന്റെ ഇക്വേഷൻ. 6π η/RV. Kന് 6π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ക്വസ്റ്റ്യനിൽ പറഞ്ഞത് പ്രകാരം. ഓക്കെ ആണോ? എന്താണ്? സ്ക്രീൻഷോട്ട് എടുത്തോ. ഹലോ, ഓക്കെ അല്ലേ? കുറെ പേർക്ക് കിട്ടിയില്ലേ? യെസ്, പഠിച്ചു. ഞോറിനും കൂടി നാളെ അവസാനമായിട്ട് ഇതൊന്ന് പഠിച്ചു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ കൂടി. ഹാർഡ് ക്വസ്റ്റ്യൻ തരാം. ഇതിൽ ഹാർഡ് തരാനൊന്നും ഇല്ല. ഇനി ഇതിന്റെ അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്, റെസോൾവ് ക്വസ്റ്റ്യൻസ്. അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഒരേ ഫോർമാറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസാ. ഇതിന്റെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ആ സിഗ്നിഫിക്കന്റ് ഫിഗറും കൂടി എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇത് വേഗം ഒന്ന് ചെയ്തു പോയി. സെയിം ഫോർമാറ്റ് ക്വസ്റ്റ്യനാ.
Kinetic energy of a body depends on mass m, velocity v. Using dimensional method, derive the expression for kinetic energy. അതിലേക്ക് കാര്യം ചെയ്യും. ഇത് ഹോംവർക്ക് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ടൊന്ന് ഹോംവർക്ക് ചെയ്യാൻ, എന്നിട്ട് കിട്ടണില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഹലോ, ചെയ്തോളൂ. എടുത്താ? ഓക്കെ, യെസ്. സോ ഇങ്ങനെയാണ് ഡയമെൻഷണൽ അനാലിസിസിന്റെ രണ്ട് അപ്ലിക്കേഷൻസ്. നൗ ഇതിന് കുറച്ച് ലിമിറ്റേഷൻസും ഉണ്ട്, അപ്ലിക്കേഷൻസ് ഉള്ള പോലെ തന്നെ. സോ ഇതിന്റെ ലിമിറ്റേഷൻസ് ചോദിക്കാറുണ്ട്, അതാണ് നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയാണ് ഡയമെൻഷണൽ അനാലിസിസിന്റെ ലിമിറ്റേഷൻസ്. സോ ഒന്നാമത്തെ ലിമിറ്റേഷൻ പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചില കോൺസ്റ്റന്റുകളുടെ ഡയമെൻഷൻസ് നമുക്ക് അറിയില്ല. ഇപ്പം നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ തന്നെ ചില സ്ഥലത്ത് കെന്റെ വാല്യൂ 6π എന്ന് തന്നേക്കുന്നതുകൊണ്ട് നമുക്ക് എഴുതാം. 6π തരാത്ത കേസിലാണെങ്കിൽ നമുക്ക് കെ എന്ന് എഴുതാൻ പറ്റുള്ളൂ. സോ ആ പർട്ടിക്കുലർ കേസിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഡയമെൻഷൻലെസ് കോൺസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഡയമെൻഷൻ ഇല്ലാത്ത ചില കോൺസ്റ്റന്റുകൾ ഉണ്ട്, ആ കോൺസ്റ്റന്റുകളെ ഈ മെത്തേഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതാണ് ഫസ്റ്റ് ഡിമെറിറ്റ്. ഓക്കെ, സെക്കൻഡ് ഡിമെറിറ്റ് പറയുന്നത് എന്താ വെച്ചാൽ, the method of dimensions can only test the dimensional validity but not the exact relationship between physical quantity. അതായത് ഈ മെത്തേഡിന് ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാക്ട്ലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ ചെയ്ത ഇക്വേഷൻസിൽ ഒരു ഇക്വേഷൻ എടുക്കാം. സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, mv²/r. സോ അവിടെ നമുക്ക് അറിയാം കോൺസ്റ്റന്റ് കെന്റെ വാല്യൂ 1 ആണെന്ന് തന്നിട്ടുണ്ടായി. സപ്പോസ് ഒരു ഇക്വേഷൻ തന്നേക്കാം, F is equal to 16π mv²/r എന്ന് തന്നേക്കാം. നമുക്കറിയാം ഈ ഇക്വേഷൻ തെറ്റാണ്, കാരണം കോൺസ്റ്റന്റ് കെന്റെ വാല്യൂ 16π അല്ല, കെന്റെ വാല്യൂ എത്ര, 1. ശരിയല്ലേ? ഹലോ, ശ്രദ്ധിച്ചേ, ശരിയാണ്. പക്ഷെ ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണ് ഇക്വേഷൻ. ചെക്കിംഗ് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷനിൽ ഇട്ട് നോക്കുമ്പോൾ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് mlt⁻² എന്ന് കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്യുമ്പോൾ മാസിന്റെ m, വെലോസിറ്റി lt⁻⁻1 സ്ക്വയർ ഡിവൈഡഡ് ബൈ l ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു ml²t⁻² ബൈ l. എല്ലും സ്ക്വയറും ക്യാൻസൽ ആയി പോയി mlt⁻² എന്ന് പറഞ്ഞാൽ ഡയമെൻഷനലി ബൈ ചെക്കിംഗ് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എന്താ കറക്റ്റാ, കാരണം 16π എങ്ങനെയാ വരുന്നത് നമുക്ക് കിട്ടില്ല അതിന്. സോ ഡയമെൻഷനലി കറക്റ്റാ, ബട്ട് ഇക്വേഷൻ ശരിക്കും കറക്റ്റ് ആണോ? അല്ല. സോ അതാണ് രണ്ടാമത്തെ ഡിമെറിറ്റ്. ദ മെത്തേഡ് ഓഫ് ഡയമെൻഷൻ ക്യാൻ ഓൺലി ടെസ്റ്റ് ദി ഡയമെൻഷണൽ വാലിഡിറ്റി. ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ, നോട്ട് എക്സാക്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഈ എക്സാക്ട് റിലേഷൻ എന്താണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മൾ ചെക്കിംഗ് ദ കറക്റ്റ്നെസ് എടുത്തപ്പോൾ പറഞ്ഞ, ഈ മെത്തേഡ് വെച്ചിട്ട് ഒരു ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് പ്രൂവ് ആയി കഴിഞ്ഞാൽ അത് ഡയമെൻഷനലി കറക്റ്റ് ആണ്, അത്രേ ഉള്ളൂ. ശരിക്കും കറക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ റോങ് ആണെങ്കിൽ ശരിക്കും എന്തായിരിക്കും, റോങ് ആയിരിക്കും. ഓക്കെ ആണോ? ഹലോ, യെസ്. തേർഡ് ഡിമെറിറ്റ് പറയുന്നത് എന്താ വെച്ചാൽ, ഇറ്റ് ഡസ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിംഗ് സെയിം ഡയമെൻഷൻ. അതായത് നമ്മൾ പഠിച്ച ചില ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്ക് ഒരേ ഡയമെൻഷൻ ഉണ്ട്. സോ നമ്മൾ ഡയമെൻഷനലി അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരേ ഡയമെൻഷനുള്ള രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി വന്നിട്ടുണ്ടെങ്കിൽ അത് ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഫോർത്ത് വൺ, വി കനോട്ട് ഡിറൈവ് ഫോർമുല കണ്ടെയ്നിങ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, ലോഗരിതമിക് ഫംഗ്ഷൻ ആൻഡ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ലോഗരിതം, എക്സ്പോണൻഷ്യൽ, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഡയമെൻഷൻലെസ്സാ. സോ ഇത് വരുന്ന ഇക്വേഷൻസ് ഒന്നും നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റില്ല നേരത്തെ പഠിച്ച മെത്തേഡ് വെച്ച്. ലാസ്റ്റ്ലി, we cannot deduce the relation if the physical quantity depends on more than 3 terms. ഇപ്പൊ നമ്മൾ ഡിറൈവ് ചെയ്ത എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്കും 2 ടേം ഉണ്ടായിരുന്നുള്ളൂ. സപ്പോസ് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ആണെന്ന് വിചാരിക്കുക, v² = u² + 2as. ഇതിൽ 3 ടേം ഉണ്ട്. 3 കൂടുതൽ ടേംസ് ഉള്ള ഇക്വേഷൻസ് ഒന്നും നമുക്ക് നേരത്തെ പഠിച്ച ഇക്വേഷൻ മെത്തേഡ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. സോ ഈ 5 എണ്ണമാണ് ഡയമെൻഷണൽ അനാലിസിസിന്റെ ലിമിറ്റേഷൻസ്. ഹലോ, ഇത് ചോദിക്കൂ കേട്ടോ. പോയിന്റ്സ് ബൈ ഹാർട്ട് പഠിക്കണം, ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടി വരും. ഈ 5 എണ്ണം എഴുതാനൊന്നും എക്സാമിൽ ചോദിക്കാറില്ല, ബട്ട് റൈറ്റ് എനി 2, റൈറ്റ് എനി 3 അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്.
സപ്പോസ് 5 ചോദിച്ചാലും എഴുതേണ്ടി വരും. ബൈ ഹാർട്ട് പഠിക്കണം കേട്ടോ. സ്ലൈഡ്സ് എഴുതിയെടുക്കേണ്ട, സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ഷാഡോ ടീച്ചറുടെ അടുത്ത് ചോദിച്ചാൽ ഷാഡോ ടീച്ചർ അയച്ചു തരും. പാരന്റ് പോർട്ടലിലും അവൈലബിൾ ആയിരിക്കും കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ഇപ്പൊ എഴുതിയെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ക്ലാസ് മുന്നോട്ട് പോകില്ലല്ലോ. എടുത്താ? ഹലോ, യെസ്. നൗ നെക്സ്റ്റ് സ്ലൈഡ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ചില ക്വാണ്ടിറ്റീസ് ഉണ്ട്, ചില കോൺസ്റ്റന്റുകൾ, ഡയമെൻഷനുള്ള കോൺസ്റ്റന്റുകൾ ഉണ്ടെന്ന്. ആ ഡയമെൻഷനുള്ള കോൺസ്റ്റന്റുകൾ നിങ്ങൾ +1 +2 പഠിക്കുന്ന പ്രധാനപ്പെട്ട ഡയമെൻഷനുള്ള കോൺസ്റ്റന്റുകളാണ് ഈ 6 നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതിന്റെ വാല്യൂസ് ഒക്കെ ഇപ്പൊ തന്നെ ഇരുന്ന് കാണാതെ പഠിക്കണം എന്നില്ല, പക്ഷെ പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. നമ്മൾ ഇൻ ടൈം പഠിച്ചോളൂ. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ഇതൊക്കെ കോൺസ്റ്റന്റുകളാണ്, കോൺസ്റ്റന്റ് വാല്യൂ ഉള്ള നമ്പേഴ്സാണ്. പക്ഷെ ഇവർക്ക് എന്തുണ്ട്? ഡയമെൻഷൻസ് ഉണ്ട്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, ബോൾസ്മാൻ കോൺസ്റ്റന്റ്, പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്, ഇതൊക്കെ കോൺസ്റ്റന്റ് വാല്യൂ ഉള്ള കോൺസ്റ്റന്റുകളാ. ബട്ട് അവർക്ക് എന്തുണ്ട്? ഡയമെൻഷൻ ഉണ്ട്. ഇതിൽ പെർമിറ്റിവിറ്റിയും പെർമിയബിലിറ്റിയും മാത്രം +2 പഠിക്കുന്ന കോൺസ്റ്റന്റാ. ബാക്കി എല്ലാം +1 തന്നെ പഠിക്കുന്ന കോൺസ്റ്റന്റ്സ് ആണ് കേട്ടോ. അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കണേ. ഡയമെൻഷൻ ഉള്ള കോൺസ്റ്റന്റുകളാണ്, കോൺസ്റ്റന്റുകളാ, ബട്ട് ദേ സ്റ്റിൽ ഹാവ് ഡയമെൻഷൻ. ഓക്കെ, നൗ നെക്സ്റ്റ്. നൗ ഇതാണ് നോൺ ഡയമെൻഷണൽ കോൺസ്റ്റന്റ്. പൈ, ഇ, 1, 2 എന്നൊക്കെ പറയുന്ന നമ്പേഴ്സിന് ഒന്നും എന്തില്ല? കോൺസ്റ്റന്റ്സ് ആണ്. സ്റ്റിൽ അവർക്ക് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. ഇനി ഡയമെൻഷൻ ഉള്ള വേരിയബിൾസ് ഉണ്ട്. അത് നമ്മൾ ഈ പറയുന്ന വെലോസിറ്റി, ആക്സിലറേഷൻ ഒക്കെ വേരിയബിൾസ് ആണ്. ഡയമെൻഷൻ ഉണ്ട്. ഡയമെൻഷൻ ഇല്ലാത്ത വേരിയബിൾസ് ആണ് ആംഗിൾ, സ്ട്രെയിൻ, റിലേറ്റീവ് വെലോസിറ്റി ഒക്കെ. എല്ലാത്തിന്റെ 2-3 എക്സാമ്പിൾസ്. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റീസ് കേട്ടോ. എല്ലാത്തിന്റെ 2-3 എക്സാമ്പിൾസ് വെച്ച് നോക്കി വെച്ചോ. യെസ്, നോ ഇത്രയാണ്. അപ്പൊ നമ്മളുടെ ചാപ്റ്റർ ബേസിക്കലി 3 പാർട്ടായിരുന്നു. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, യൂണിറ്റ്സ്, SI സിസ്റ്റം, യൂണിറ്റ് സിസ്റ്റം ഒക്കെയാണ് പഠിച്ചത്. സെക്കൻഡ് പാർട്ടിലാണ് നമ്മൾ ഡയമെൻഷൻസ് പഠിച്ചത്. ആൻഡ് കമ്മിങ് ടു ദ ലാസ്റ്റ് പാർട്ട് എന്താണ്? സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ് പഠിക്കാൻ പോകുന്നത്. യെസ്, സിഗ്നിഫിക്കന്റ് ഫിഗർ. സോ ഇതാണ്, ഇതോടുകൂടി നമ്മളുടെ ചാപ്റ്റർ തീരാണ്. ഫസ്റ്റ് ചാപ്റ്റർ ആക്ച്വലി എളുപ്പമുള്ള ചാപ്റ്റർ അല്ലേ? ഹലോ, എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. ചാപ്റ്റർ എക്സാം എടുക്കുമ്പോൾ ഫുള്ള് മേടിക്കണോട്ടോ എല്ലാവരും വന്നിട്ട്. സോ സിഗ്നിഫിക്കന്റ് ഫിഗറിൽ 3 കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഒന്ന്, എന്താണ് സിഗ്നിഫിക്കന്റ് ഫിഗർ? ഡെഫിനിഷൻ പഠിക്കണം. 2, ഒരു നമ്പർ തന്നിട്ട് അതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ പഠിക്കണം. 3, ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനിലൊക്കെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എങ്ങനെയാണ് ചേഞ്ച് ആവുക, ഇത് പഠിക്കണം. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. സോ വാട്ട് ഈസ് സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ, ഇൻ എ മെഷർമെന്റ് ദ ഡിജിറ്റ്സ് ദാറ്റ് ആർ നോൺ റിലയബിൾ പ്ലസ് ദ ഫസ്റ്റ് അൺസർട്ടൻ ഡിജിറ്റ് ആർ നോൺ ആസ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഓർ സിഗ്നിഫിക്കന്റ് ഫിഗർ. അതായത് നമ്മളൊരു മെഷർമെന്റ് എടുത്തു കഴിഞ്ഞാൽ, ഫിസിക്സിൽ നമ്മൾ പറഞ്ഞില്ലേ, എനിത്തിങ് ദാറ്റ് ക്യാൻ മെഷേർഡ് കംസ് അണ്ടർ ഫിസിക്സ്. മെഷർ ചെയ്യാൻ പറ്റുന്നതൊക്കെ എന്തിന്റെ അണ്ടറിൽ വരും? ഫിസിക്സിന്റെ അണ്ടറിൽ വരും. അങ്ങനെ നമ്മൾ ഒരു ഒബ്ജക്റ്റ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ മെഷർമെന്റ് എടുത്തു കഴിയുമ്പോൾ 13.280001300 ഇങ്ങനെയൊക്കെ വലിയൊരു നമ്പർ കിട്ടാന്ന് വിചാരിക്കാം. സോ ഇങ്ങനെ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ഏത് ഡിജിറ്റ് വരെ നമ്മൾ അതിൽ യൂസ് ചെയ്യണം, അതോ അല്ലെങ്കിൽ ഇത്രയും ഡെസിമൽ പോയിന്റുകൾ എഴുതി വെക്കണോ, ഇത് നമുക്ക് എപ്പോഴും ഡൗട്ട് ആവുന്ന കാര്യമല്ലേ. സോ ഇതിൽ സിഗ്നിഫിക്കന്റ് ആയിട്ട് എത്ര ഡിജിറ്റ് ഉണ്ട്, അതാണ് ഈ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. അതായത് ഇതിൽ വാല്യൂ എത്ര ഡിജിറ്റ്സ് നമ്മൾ കൊടുക്കണം ഒരു മെഷർമെന്റിൽ, അതിനെയാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് വിളിക്കുക. സോ ഇതിന്റെ ഡെഫിനിഷൻ ഇതുപോലെ പഠിച്ചു വയ്ക്കുക. സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ റിലയബിൾ പ്ലസ് ഫസ്റ്റ് അൺസർട്ടൻ ഡിജിറ്റ്. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുക? അതായത് ഇതിൽ ഇത്രയും വരെയാണ് റിലയബിൾ ഡിജിറ്റ്സ് എന്ന് വിളിക്കുക. അതിന്റെ കൂടെ അൺസർട്ടൻ ആയിട്ടുള്ള ഒരു ഡിജിറ്റും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇതിനെയാണ് എന്തെന്ന് വിളിക്കുക? സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് വിളിക്കുക. അതായത് റിലയബിൾ പ്ലസ് ഫസ്റ്റ് അൺസർട്ടൻ ഡിജിറ്റ്, ഇതിനെയാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് വിളിക്കുക. ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല, നമ്മൾ ചെയ്തു നോക്കണം എങ്ങനെയാണ് ഒരു നമ്പറിൽ ഒരു മെഷർമെന്റിൽ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാറ്. യെസ്, ഡൗട്ട്? അഭിനവ് പറയേ. അല്ല 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 അല്ല, അതിനൊരു റൂൾ ഉണ്ട്. റൂൾ കാട്ടിത്തരാം, അപ്പം ക്ലിയർ ആവും. ഓക്കെ, ആര്യൻ
എന്താണ്? അതായത് നമ്മളൊരു മെഷർമെന്റ് എടുക്കുമ്പോൾ അതിൽ എത്ര ഡിജിറ്റ് വരെ നമ്മൾ കൺസിഡർ ചെയ്യണം, അത്രേ ഉള്ളൂ. അതിന് കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ആ റൂൾസ് പറഞ്ഞ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, സോ ഈ സിഗ്നിഫിക്കന്റ് ഫിഗർ എന്തിനാ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊരു ക്വാണ്ടിറ്റിന്റെ, ഒരു മെഷർമെന്റിന്റെ പ്രിസിഷൻ കാട്ടുന്നതാണ് സിഗ്നിഫിക്കന്റ് ഫിഗർ. അതായത് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ ഇൻ എ മെഷർമെന്റ് ഷോസ് ദി പ്രിസിഷൻ ഓഫ് ദ മെഷർമെന്റ്. അതായത് നമ്മൾ എടുത്ത മെഷർമെന്റ് എന്തോരം പ്രിസൈസ് ആണെന്ന് കാട്ടുന്നതാണ് ഈ സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സിന്റെ നമ്പർ. അതായത് ഒരുപാട് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ ആ മെഷർമെന്റ് എന്താണ്, കൂടുതൽ പ്രിസൈസ് ആണ്. ആൻഡ് അടുത്ത കാര്യം, ചോയ്സ് ഓഫ് ചേഞ്ച് ഓഫ് യൂണിറ്റ്സ് ഡസ് നോട്ട് ചേഞ്ച് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ, ഞാനൊരു മെഷർമെന്റ് എടുത്തത് 10 സെന്റിമീറ്റർ ആണ് കിട്ടിയത്. ഇത് മില്ലിമീറ്ററിലേക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ 100 മില്ലിമീറ്റർ ഉണ്ടാവും. ഇത് മീറ്ററിലേക്ക് ആക്കുകയാണെങ്കിൽ 0.1 മീറ്റർ ആയിരിക്കും. ഇതിൽ യൂണിറ്റ് മാറ്റി എഴുതുമ്പം ഈ ഡിജിറ്റ്സിൽ വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്, പക്ഷെ സിഗ്നിഫിക്കന്റ് ഡിജിറ്റിൽ വ്യത്യാസം ഉണ്ടാവില്ല. അതായത് ഒരു മെഷർമെന്റിന്റെ യൂണിറ്റ് മാറ്റി എഴുതി എന്ന് പറഞ്ഞാൽ അതിലെ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സിൽ എന്തുണ്ടാവില്ല, വ്യത്യാസം ഉണ്ടാവില്ല. ഓക്കെ ആണോ? ഹലോ, യൂണിറ്റ് ചേഞ്ച് ചെയ്ത് എഴുതിയാൽ സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സിന്റെ നമ്പറിൽ ചേഞ്ച് ഉണ്ടാവില്ല. ഇതിൽ ഈ ഡെഫിനിഷൻ പഠിച്ചു വെക്കണം. ഇതുപോലെ തന്നെ ചോദിക്കും വാട്ട് ഈസ് സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് ചോദിച്ചാൽ എഴുതാൻ കിട്ടണം കേട്ടോ. യെസ്, ഞാൻ ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ഇതാണ് നോക്കാൻ പോകുന്നത്. സോ ഇത്രയും റൂൾസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഈ റൂൾസ് നിങ്ങളൊന്ന് വായിച്ചു നോക്കി. ഓൾ ദ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. സീറോ അല്ലാത്ത ഡിജിറ്റുകളൊക്കെ എന്താണ്, സിഗ്നിഫിക്കന്റ് ആണ്. സീറോ അല്ലാത്ത ഡിജിറ്റ്സ് ഒക്കെ എന്താണ്, സിഗ്നിഫിക്കന്റ് ആണ്. ഫോർ എക്സാമ്പിൾ 8, 89, 89.8. സോ ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ടെന്ന് വെച്ചാൽ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഒക്കെ നോൺ സീറോ ഡിജിറ്റാ. അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9, 1 to 9 ഉള്ള എല്ലാ ഡിജിറ്റ്സും എന്താണ്, സിഗ്നിഫിക്കന്റ് ആണ്. ഇനി ഓൾ സീറോസ്, അപ്പം സീറോ അല്ലാത്ത ഡിജിറ്റുകളൊക്കെ സിഗ്നിഫിക്കന്റ് ആണ്. ഇനി നമുക്ക് അറിയേണ്ടത് സീറോ എപ്പോ സിഗ്നിഫിക്കന്റ് ആകും. സോ അടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ ഓൾ സീറോസ് ബിറ്റ്വീൻ ടു നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ് നോ മാറ്റർ വേർ ദ ഡെസിമൽ പോയിന്റ് ഈസ്. അതായത് 2 നോൺ സീറോ ഡിജിറ്റ്സിന്റെ ഇടയിലുള്ള സീറോസ് എന്താണ്, സിഗ്നിഫിക്കന്റ് ആണ്. നോൺ സീറോ ആയിട്ടുള്ള ഡിജിറ്റ്സ് ഒക്കെ സിഗ്നിഫിക്കന്റ് ആണ്. ഇനി സീറോ മിഡിൽ വന്നിട്ടുണ്ടെങ്കിൽ, 2 നോൺ സീറോ ഡിജിറ്റ്സിന്റെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഡെസിമൽ പോയിന്റ് എവിടെയൊക്കെ വന്നാലും മിഡിൽ വരുന്ന സീറോസ് ഒക്കെ എന്താണ്, സിഗ്നിഫിക്കന്റ് ആണ്. ദെൻ തേർഡ് റൂൾ പറയുന്നത് ഇഫ് ദ നമ്പർ ഈസ് ലെസ് ദാൻ 1 നമ്പർ എന്ന് പറഞ്ഞാൽ 0 പോയിന്റ് എന്നൊക്കെ തുടങ്ങുന്ന നമ്പേഴ്സ്, അങ്ങനത്തെ ഒരു നമ്പർ ആണെങ്കിൽ സീറോസ് ഓൺ ദ റൈറ്റ് ഓഫ് ദ ഡെസിമൽ പോയിന്റ് ബട്ട് ടു ദ ലെഫ്റ്റ് ഓഫ് ദ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ആർ നോട്ട് സിഗ്നിഫിക്കന്റ് എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഒരു നമ്പർ ഉണ്ട്, ഒന്നിനേലും ചെറിയൊരു നമ്പർ, ആ പോയിന്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഡെസിമൽ പോയിന്റിന് റൈറ്റ് സൈഡിലേക്കുള്ള സീറോസും ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിന് ലെഫ്റ്റിലേക്കുള്ള സീറോസും എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള സീറോസ് ഒക്കെ എന്താണ്, സിഗ്നിഫിക്കന്റ് അല്ല, ആർ നോട്ട് സിഗ്നിഫിക്കന്റ്. ഫോർത്ത് പോയിന്റ് പറയുന്നത് ദ ടെർമിനൽ ഓർ ട്രെയിലിംഗ് സീറോസ് ഇൻ എ നമ്പർ വിത്തൗട്ട് ഡെസിമൽ പോയിന്റ് ആർ നോട്ട് സിഗ്നിഫിക്കന്റ്. അതായത് ഡെസിമൽ പോയിന്റ് ഇല്ലാത്തൊരു നമ്പറിൽ അറ്റത്ത് വരുന്ന സീറോസ് അതിനാണ് ടെർമിനൽ അല്ലെങ്കിൽ ട്രെയിലിംഗ് സീറോസ് എന്ന് വിളിക്കുക. അതൊന്നും എന്തല്ല, സിഗ്നിഫിക്കന്റ് അല്ല. ലാസ്റ്റ് പറയുന്നത് ട്രെയിലിംഗ് സീറോസിന്റെ നമ്പർ വിത്ത് ഡെസിമൽ പോയിന്റ് ഉള്ള ഒരു നമ്പറിൽ ട്രെയിലിംഗ് സീറോസ്, അറ്റത്തെ സീറോസ് എന്താണ്, സിഗ്നിഫിക്കന്റ് ആണ്. സോ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൺഫ്യൂസ്ഡ് ആയില്ലേ, ഏതാ സിഗ്നിഫിക്കന്റ് അല്ലാത്തതെന്ന്. സാർ ഇതൊരു സിമ്പിൾ ഡയഗ്രാം വരച്ച് കാട്ടിത്തരാം. യെസ്, ഒരു ഡൗട്ട്. ആരാ? ആദിദേവ് പറയും. ആ അത് ഞാൻ പറയാട്ടോ, പറയാം ഇപ്പൊ പറയാം. യെസ്, ആര്യ? സെക്കൻഡോ? പറഞ്ഞോ. അതെ, അത് എവിടെയൊക്കെ ഡെസിമൽ പോയിന്റ് വന്നാലും സിഗ്നിഫിക്കന്റ് ആണ്. നടുക്ക് എന്ന് പറഞ്ഞാല് 2 നോൺ സീറോ ഡിജിറ്റ്സിന്റെ നടുക്ക്.
ആ 89.808 ആണ്. ആണ് അതായത് സീറോന്റെ അപ്പുറത്തും ഇപ്പുറത്തും എവിടെയെങ്കിലും രണ്ട് നോൺ സീറോ ഡിജിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സീറോസ് ഒക്കെ എന്താണ്, സിഗ്നിഫിക്കന്റ് ആണ്. മനസ്സിലായില്ല? സിഗ്നിഫിക്കന്റ് ആണ്, അത്രേ ഉള്ളൂ. അതങ്ങനെയാണ്. യെസ്, ആരാ? റിയ പറയ്. 089.59. ഇതില് ലെഫ്റ്റ് സൈഡിലല്ല സീറോ വരുന്നത്, അപ്പൊ സിഗ്നിഫിക്കന്റ് അല്ല. വേറെ ആരാ എൻ്റെ അടുത്ത് 5 പോയിന്റ് ചോദിച്ചതാരാ? അതിനെ വേണോ? ഹലോ, അല്ലല്ലേ? അതെ, അതിനാണോ ചോദിച്ചിട്ടുണ്ടായത് 5.000? സോ ഇവിടെ എന്താണ്, റൈറ്റ് സൈഡിലെ സീറോസ് എന്താണ്, സിഗ്നിഫിക്കന്റ് ആണ്, ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പർ ആയതുകൊണ്ട്. ഇവിടുത്തെ കേസിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ടെന്ന് വെച്ചാൽ 4 ഉണ്ട്. അത് ഇൻഫിനിറ്റി പോവില്ല. കാരണം എന്താ വെച്ചാലേ, അത് ഞാനിപ്പം വെറുതെ ഒരു നമ്പർ എഴുതാണെന്ന് വിചാരിക്കാം, അപ്പൊ ഈ സീറോസ് എനിക്ക് എന്തോരം വേണമെങ്കിലും ഇട്ട് പോവാ. ഓക്കെ, നൗ പക്ഷെ ഞാനിവിടെ എന്താ വെച്ചാൽ മെഷർമെന്റ്സിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത്, ഞാൻ മെഷർ ചെയ്യുന്ന വാല്യൂസിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. ഈ മെഷർ ചെയ്യുന്ന വാല്യൂസിൽ ഇത്രയും സീറോസ് വെറുതെ വരൂല, ഞാൻ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് അനുസരിച്ചിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു നമ്മുടെ നിങ്ങള് ഇൻസ്ട്രുമെന്റ് ബോക്സിലൊക്കെ ഉള്ള സ്കെയിലില്ലേ, സ്കെയിൽ വെച്ചിട്ട് ഈ മാർക്കറിന്റെ ലെങ്ത് മെഷർ ചെയ്യാന്ന് വിചാരിക്കാം. മെഷർ ചെയ്യുന്ന സമയത്ത് എനിക്ക് 15.00 അല്ലെങ്കിൽ 14.00 സെന്റിമീറ്റർ എന്ന് കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ ഈ 14.00 സെന്റിമീറ്റർ എന്ന് കിട്ടാൻ കാരണം എന്താ, ആ പർട്ടിക്കുലർ ഡിവൈസിൽ സെന്റിമീറ്ററിന് കഴിഞ്ഞിട്ടും പിന്നെയും എന്തുണ്ട്, മില്ലിമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഷർമെന്റ് ഉണ്ട് അല്ലെ? ഹലോ, ഇവിടെ ആക്ച്വലി 14.00 കിട്ടൂല, എങ്കിൽ 14.0 കിട്ടുള്ളൂ. കാരണം 14.0 കഴിഞ്ഞാൽ അതിലടുത്ത മെഷർമെന്റ് എന്താ, 14.1. അത് കഴിഞ്ഞാൽ ആ സ്കെയിൽ അടുത്ത മെഷർമെന്റ് എന്താ, 14.2, 14.3, 14.4, 14.5, 14.6, 14.7, 14.8, 14.9, അടുത്ത വാല്യൂ എത്രയാ, 15.0. അതായത് ആ പർട്ടിക്കുലർ സ്കെയിൽ വെച്ച് മെഷർ ചെയ്താൽ എനിക്ക് ഇത് കിട്ടൂല. കാരണം ഇത് മാർക്ക് ചെയ്യാനുള്ള മില്ലിമീറ്ററിന് താഴത്തേക്ക് മെഷർ ചെയ്യാൻ പറ്റും ആ ഇൻസ്ട്രുമെന്റിൽ? അതിദേവ് ഇല്ല. സോ ആ ഇൻസ്ട്രുമെന്റ് വെച്ച് മെഷർ ചെയ്താൽ എനിക്ക് ഇത്രയും കിട്ടുള്ളൂ. സോ ആ ഇൻസ്ട്രുമെന്റിൽ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. അതാ ഇൻസ്ട്രുമെന്റിന്റെ പ്രിസിഷനും കാട്ടുന്നത് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഞാൻ കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് എടുക്കാന്ന് വിചാരിക്കുക, സ്ക്രൂ ഗേജ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അത് വെച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് എന്റെ തലമുടിയുടെ തിക്നെസ് വരെ മെഷർ ചെയ്യാം. സോ അത് വെച്ച് ഞാൻ മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 15.000 വരെ മെഷർ ചെയ്യാൻ പറ്റും. സോ അവിടെ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട് ആ മെഷർമെന്റിൽ? 1, 2, 3, 4, 5 എണ്ണം ഉണ്ട്. അതായത് നമുക്ക് നമ്മൾ വെറുതെ ഒരു നമ്പർ എഴുതുമ്പോൾ നമുക്ക് എത്ര സീറോസ് വേണമെങ്കിലും എടുക്കാം. ബട്ട് ഇവിടെ ഈ സീറോസ് ഇടുന്നത് ആ പർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റിന്റെ പ്രിസിഷൻ ഡിപ്പെൻഡ് ചെയ്ത്. സോ അതുകൊണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട് ഇടുന്ന സീറോസ് എന്താണ്, സിഗ്നിഫിക്കന്റ് ആണ്. ഓക്കെ, യെസ്. ഒരു ഡൗട്ടും കൂടെ. ആരാ? അഭിനവ് പറയ്. ഒരു നമ്പർ ഒന്നിനേക്കാൾ ചെറുതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ 0 പോയിന്റ് തുടങ്ങുന്ന നമ്പർ ആണെങ്കിൽ അതിന്റെ ഡെസിമൽ പോയിന്റിന്റെ റൈറ്റ് സൈഡിലും ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിന്റെ ലെഫ്റ്റ് സൈഡിലും എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിന്റെ
ലെഫ്റ്റ് സൈഡിലേക്കുള്ള സീറോസ് ഒന്നും എന്തല്ല സിഗ്നിഫിക്കന്റ് അല്ല, അത്രയും മീൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അല്ല അല്ല. ഇനി ഇത്രയും റൂൾസ് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, ഇത് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ ഒരു ഡയഗ്രാം വരച്ചുതരാം. ഫസ്റ്റ് റൂള് കാണാതെ പഠിക്കണം. എന്താ? ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. സീറോ അല്ലാത്ത ഡിജിറ്റ്സ് ഒക്കെ എന്താണ്? സിഗ്നിഫിക്കന്റ് ആണ്. ഇത് കാണാതെ പഠിക്കണം. ഇനിയുള്ള റൂൾസ് ഒന്നും കാണാതെ പഠിക്കണ്ട. ഞാനൊരു ഡയഗ്രാം വരച്ചുതരാം. ഇനിയുള്ള റൂൾസ് എല്ലാം പറയുന്നത് സീറോ എപ്പോ സിഗ്നിഫിക്കന്റ് ആവുന്ന. സോ അത് ഈ ഡയഗ്രാം വെച്ച് പഠിക്കുക. സീറോ ഒരു നമ്പറിൽ 3 പൊസിഷനിലേ വരുള്ളൂ. ലെഫ്റ്റ് സൈഡിൽ വരും, മിഡിലിൽ വരും, റൈറ്റ് സൈഡിൽ വരും. ഈ 3 പൊസിഷനിലാണ് സീറോ വരുള്ളൂ ഒരു നമ്പറിൽ. സോ ലെഫ്റ്റ് സൈഡില് എപ്പോഴൊക്കെ വന്നാലും, അത് ഡെസിമൽ നമ്പർ ആയാലും നോൺ ഡെസിമൽ നമ്പറിലായാലും സിഗ്നിഫിക്കന്റ് അല്ല. മിഡില് എപ്പോഴൊക്കെ വന്നാലും എന്താണ്? സിഗ്നിഫിക്കന്റ് ആണ്. റൈറ്റ് സൈഡിൽ വരുമ്പോ ഡെസിമൽ നമ്പർ ആണോ നോൺ ഡെസിമൽ നമ്പർ ആണോ എന്ന് നോക്കാം. റൈറ്റ് സൈഡിൽ സീറോ വന്നു കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ ടെർമിനൽ സീറോ ആണെങ്കിൽ ഡെസിമൽ നമ്പർ സിഗ്നിഫിക്കന്റ് ആണ്, നോൺ ഡെസിമൽ നമ്പറിൽ സിഗ്നിഫിക്കന്റ് അല്ല. ഇത്രയേ ഉള്ളൂ ഈ എഴുതിയ റൂൾസ്. എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും സിഗ്നിഫിക്കന്റ് ആണ്. സീറോ ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ സിഗ്നിഫിക്കന്റ് അല്ല, മിഡിലിൽ വന്നാലും എപ്പോഴും സിഗ്നിഫിക്കന്റ് ആണ്. റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ഡെസിമൽ ഉള്ള നമ്പറിൽ സിഗ്നിഫിക്കന്റ്, നോൺ ഡെസിമൽ നമ്പറിൽ സിഗ്നിഫിക്കന്റ് അല്ല. കഴിഞ്ഞു. ഹലോ, ഇത്രയും പഠിച്ചാൽ മതി. ഇത്ര അറിയാന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. സാറേ നെക്സ്റ്റ് ആയിട്ട്. യെസ്, വേഗം വേഗം പറഞ്ഞേ. ഒരാൾ വിളിച്ചേ സാറേ. സഹൽ, സഹല. ഓക്കെ, സഹല. ഹലോ. ആ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട് നോക്ക്. നോൺ സീറോ ഡിജിറ്റ് ഒക്കെ സിഗ്നിഫിക്കന്റാ. സീറോ ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ എന്തല്ല സഹല? സഹല കേൾക്കുണ്ടോ? ഹലോ. ആ, സീറോ ലെഫ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തല്ല? സിഗ്നിഫിക്കന്റ് അല്ല. ഇവിടുത്തെ സീറോസ് ഒക്കെ ലെഫ്റ്റ് സൈഡിലല്ലേ, അതൊക്കെ സിഗ്നിഫിക്കന്റ് അല്ല. അപ്പൊ മൊത്തം എത്ര സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് ഉണ്ട്? പറയ്. കറക്റ്റ് ആണ്, പറയ്. ശബ്ദം കേക്കട്ടെ. 1. ഓക്കെ, അടുത്ത ആള് ഹാൻഡ് റൈസ് ചെയ്ത് വിളിക്കുന്നേ. ആഷ്ലിൻ. അതെ തന്നെ. ഈ സെക്കൻഡ് നമ്പറിൽ 10ന്റെ പവർ ഉണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കണം, 10ന്റെ പവർ 24 -2 എന്ത് വന്നാലും സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് കൗണ്ട് ചെയ്യുമ്പോൾ അത് അങ്ങോട്ട് നെഗ്ലക്ട് ചെയ്ത് കളയാം. അതിനെ നമ്മൾ മൈൻഡേ ചെയ്യണ്ട, ബാക്കിയുള്ളത് കൗണ്ട് ചെയ്താൽ മതി. സോ ബാക്കിയുള്ളത് എത്ര ഉണ്ട്? 3 എണ്ണം ഉണ്ട്. സോ 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ട്. യെസ്, അടുത്ത ആള് ഋഷികേശ്. ഹായ്, മൂന്നാമത്തെ ഡിജിറ്റ് പറയും. 4 കറക്റ്റ് ആണ്. കാരണം ലെഫ്റ്റ് സൈഡിലെ സീറോ സിഗ്നിഫിക്കന്റ് അല്ല. റൈറ്റ് സൈഡിലെ സീറോ വരുമ്പോ ഡെസിമൽ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. ഇവിടെ ഡെസിമൽ ഉണ്ട്, അതുകൊണ്ട് റൈറ്റ് സൈഡിലെ സീറോ സിഗ്നിഫിക്കന്റ് ആണ്. സോ 4. അടുത്ത ആള് മാനസി. ആരാ? 4. യാ, കറക്റ്റ്, 4 ആണ്. റൈറ്റ് സൈഡിലെ സീറോ ഡെസിമൽ ഉള്ളതുകൊണ്ട് സിഗ്നിഫിക്കന്റ് ആണ്. അടുത്ത ആള് വൈക. 4 ആണ്. അടുത്ത ആള് ക്രിസ്. ക്രിസ് അൺമ്യൂട്ട് അല്ല. ഹലോ. ആ, പറയ്. നോക്കടാ, സീറോ ലെഫ്റ്റ് സൈഡില് എപ്പോഴൊക്കെ വന്നാലും എന്തല്ല? സിഗ്നിഫിക്കന്റ് അല്ല.
Yes, yes, sorry. 4. 4 ആണ്. യെസ്, വെരി ഗുഡ്. സോ എങ്ങനെയാണ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക? സോ അങ്ങനെയാണെങ്കിൽ ഒരു 5 മിനിറ്റ് നമ്മൾ ഇനി ക്വസ്റ്റ്യൻ ചോദിക്കും, അത് കഴിഞ്ഞ് 10 മിനിറ്റ്സ് ബ്രേക്ക് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് എക്സാം എടുക്കാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ സിഗ്നിഫിക്കന്റ് ഫിഗർ വെച്ചിട്ടുള്ള ഓപ്പറേഷൻസും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാട്ടിത്തരാം. യെസ്, ക്വസ്റ്റ്യൻ ചോദിക്കാം.